ഇന്ന് നമുക്ക് എന്തൊക്കെ കടികളൊക്കെ വട്ടയപ്പുണ്ട്. ഇന്ന് പ്ലാമന്തോളിൽ വന്നപ്പോൾ വട്ടയപ്പം കൊണ്ടുവന്ന, പിന്നെ സമൂസ ഉണ്ട്, പിന്നെ കട്ടിപ്പത്തിരി ഉണ്ട്. നല്ല വട്ടയപ്പം, സോഫ്റ്റ് വട്ടയപ്പം. ടേസ്റ്റ് നോക്കിയാലോ. സമയം 12 മണിയായി. അപ്പോൾ പുറത്ത് പോയി ഞാനും വല്യമ്മയും കൂടെ. വല്യമ്മ മാവേലിക്ക്, ഞാൻ മൊബൈൽ ഷോപ്പിൽ പോയി. പഞ്ഞി നല്ല സോഫ്റ്റ് പഞ്ഞി പോകാത്ത വട്ടയപ്പം. സൂപ്പർ. പാൽ ചായ എൻ്റെ ഫേവറേറ്റ് പാൽ ചായ. നമുക്ക് എന്താ വേണ്ടിയിട്ട് വന്നോളി. ഇപ്പോൾ സമൂസ കണ്ട് ഇന്ന് വട്ടയപ്പം എന്നാ. സോഫ്റ്റാണ്. പിന്നെ സമൂസ, ഈ സമൂസ ഒക്കെ കഴിക്കാറായി. ഇനി ഇതൊക്കെ ആയിക്കഴിഞ്ഞാലേ എന്താ പറയുക, നോമ്പായി കഴിഞ്ഞാൽ സമൂസയാണ് അതിന് മസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളി. ഇപ്പോൾ കുറേ ദിവസമായി എണ്ണക്കടി കഴിച്ചിട്ട്. ഇപ്പോൾ കഴിക്കാം. ശരിയായിട്ടൊന്നും എണ്ണക്കടി കഴിക്കാൻ പാടില്ല. മുഖത്ത് കുരു വന്നു എണ്ണ കൂടുതലായി കഴിഞ്ഞാൽ റിയാക്ഷൻ കാണും. മക്കളെല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ചോറ് വെക്കണം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? എന്താ മക്കളെ ചൂട്, ഭയങ്കര ചൂടാണ്. നിങ്ങൾക്ക് കട്ടിപ്പത്തിരി ഇത് അതേ വട്ടപ്പാണ്. അതുകൊണ്ട് വട്ടപ്പം വേണ്ടേക്ക തിന്നോ കണി. ഇതൊരു ഇളം മതിരൊക്കെ ഉണ്ടാവും. എന്നാ വലിയമ്മക്ക് എല്ലാം ഒന്നും പറ്റുമൊന്നുമില്ല. ആണോ? ആണോ? എന്നാ പത്തിരി ഉണ്ടല്ലോ അതിൽ. ഇനിയിപ്പോൾ മതി, കോട്ടയത്ത് ചോറൊക്കെ. അപ്പോൾ പത്തിരി രാവിലെ പത്തിരി ഉണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു മക്കളെ. ഇനി വിശക്കാൻ തുടങ്ങിയപ്പോൾ ഇനി ഞാനിപ്പോൾ ചോറ് തിന്നണില്ല. ചോറിൻ്റെ ഭാരമാണ് പോയി തിന്നണം. എന്തായാലും തിന്നിട്ട് വിശപ്പ് മാറ്റിയാൽ മതിയോ.
പത്തിരിയും മുട്ടക്കറിയും കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ്. മുട്ട ഓംലെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ പീസ് പീസാക്കി ഇട്ടുള്ളൂ. വറുത്ത് തേങ്ങ ഇട്ടിട്ടു. അടിപൊളിയാണ്. എന്താണ് ഒച്ചുണ്ടാക്കണത്? ഒരു പൊരിച്ചില വെക്കും. കുട്ടികളെ മാതിരിയാ. ഭക്ഷണമൊക്കെ കഴിച്ചു മക്കളെ. അൽഹംദുലില്ലാഹ് ഒക്കെ റാഹത്തായി സലാമത്താക്കി അവസാനിച്ചു. ഒന്നും പഠിച്ചോ അനുഗ്രഹം തരട്ടെ. നമ്മളെ അൽഹംദുലില്ലാഹ് ചൊല്ലി കഴിഞ്ഞാൽ എല്ലാം സലാമത്തായി. സൂപ്പറായി ഭക്ഷണം. നാസും നിറഞ്ഞു, വയറും നിറഞ്ഞു പറഞ്ഞായ. ഞാൻ ഭക്ഷണം വയ്ക്കുന്ന രീതിയാണിത്. എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടാക്കളെ നല്ല വൃത്തിക്ക് ഭക്ഷണം കഴിച്ച വായി തോന്നുന്നുണ്ടോ? ഇത് കുറേ ഫോളോവറിനെ കണ്ട കുട്ടികളൊക്കെ ബേക്കുമ്പോൾ വന്നിട്ട് സലാം പറഞ്ഞു. ഇത്താ തൊട്ട് എന്താ കുട്ടികളെ ഇഷ്ടം സ്നേഹം എന്നറിയാം. ലില്ലി ഫാഷനിൽ പോയിരുന്നു. നമ്മളെ ഫ്രണ്ടിനെ കല്യാണം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രണ്ടാണ് എൻ്റെ കല്യാണമല്ല, അവൾ വെറുതെ പറയാം. ഉനൈസ് മോൻ നമ്മളോട് പറയുന്നില്ല. ഓലെ നമ്മളെ ആളെ കളിയാക്കി പറയാന്ന് പറയില്ല. ഏക്കട്ടെ മക്കളെ, നിറഞ്ഞുകൊണ്ട് വയറേന്ന് പറയാം. ആ സിഗ്നലാണ് ഇപ്പോൾ തന്നത്. അപ്പോൾ മക്കളെ അടിച്ച് പൊളിച്ച് ഇന്ന് കുട്ടികൾ ഞങ്ങളുടെ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് പന്തളി ഗ്രൗണ്ടിൽ കളിക്കുക. താത്ത നിങ്ങൾ എവിടുന്നാ വരുന്നേന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടികളാണ് നമ്മളെ കട്ട ഫാന്. വാങ്ങ് കൊടുക്കാനായി തുടങ്ങും. കാലിനെ വാങ്ങും. 12:21. ഞാൻ കൂട്ടാമൊക്കെ ഉള്ളിത്തോമ്പും അതുപോലെ കോവയ്ക്കും വാങ്ങിയിട്ടോ. നമ്മളെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. നമ്മളെ പ്ലാവന്തോളുള്ള ഫ്രണ്ടുണ്ടേ, ഓനക്ക് പച്ചക്കറി ഉണ്ട്. ഓൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങി ചെയ്തു. പച്ചക്കറി ഓൻ തന്ന പൈസ കൊണ്ട് പച്ചക്കറി വാങ്ങി. നല്ല ക്വിറ്റല്ല മക്കളെ. വലിയ പാട് പൈസ കൊണ്ട് വലിയ ചിക്കനും വാങ്ങി. നല്ല ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ചെമ്മീനൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ 300 രൂപ ഉണ്ട്. പക്ഷേ നല്ല എത്ര എണ്ണമുള്ള ചെമ്മീനാണ്. ഇത്ര എണ്ണമുണ്ട്. ഇത്ര എണ്ണ അങ്ങനത്തെ ചെമ്മീൻ ഉണ്ടെങ്കിലുള്ളൂ ഭയങ്കര കഴിക്കാനൊരു കഴമ്പുണ്ടാവുന്നു. മറ്റേ തോടന്നെ ഉള്ളു ഉണ്ടാവും മക്കളെ. എന്നാലും അത് കഴമ്പുണ്ടല്ലോ. ഇത്രയൊക്കെ വെണ്ണമുണ്ടാകുമ്പോൾ കഴമ്പുണ്ടാവുമല്ലോ. എനിക്കും വലിയ ചെമ്മീന്മാരൊക്കെ ഉണ്ടാവും. നാടൻ ചെമ്മീനൊന്നുമില്ല. നാടൻ ചെമ്മീൻ ചുവന്നിരിക്കുന്ന ചെമ്മീനല്ലേ കാര്യം. എങ്ങനെ ആയാലും ഞാനും വെല്ലിമ്മീന്ന് 2 വൈറലായാലും ഫാൻസുകൾ. അപ്പോൾ ലംദോളിൽ അറിയാം വെല്ലിമ്മയുടെ ഫാൻസാണ് ഞാൻ. ഒരു സെൽഫി എടുക്കുക. വെല്ലിമ്മയുടെ സെൽഫി എടുക്കാൻ ആരും സമ്മതിക്കില്ല കേട്ടോ.
അങ്ങനെ രസകരമായിട്ട് ഞങ്ങൾ രണ്ടാളൊന്ന് പുറത്തു പോയി, ഞാനും എൻ്റെ വല്യമ്മയും. ഇവിടെ ഞങ്ങൾ വട്ടയപ്പം കൊടുന്നു, സമൂസ കൊടുന്നു, അതൊക്കെ ഇപ്പോൾ കഴിച്ച് പത്തിരി. വല്യമ്മക്ക് എന്തെങ്കിലുമൊക്കെ മതി. വല്യമ്മ പുറത്ത് അടിക്കും. വല്യമ്മ ഞാൻ വെയിലും കൊണ്ടിട്ട് നടക്കും. കുട്ടികളെ മാതിരിയാണ് മക്കളെ. ആ പോണു കാക്കൂന് കൊടുക്കാം. നിങ്ങളൊന്ന് പോയോക്കാടി, കാക്കൂന് വയ്യാതല്ല പറഞ്ഞത്. എൻ്റെ അമ്മാവന് കഴുത്തിന് വേദന. ഇപ്പോൾ കാണിച്ചാൻ പോയപ്പോൾ എന്താ വെച്ചാൽ ഞരമ്പിനെന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞരമ്പിനൊക്കെ മിസ്റ്റേക്ക് വന്നാൽ ഭയങ്കര വേദന ആയിരിക്കും. ഈ വെരിക്കോസിൻ്റെ മാതിരിക്കാണ്, വെരിക്കോസ് വെയിനില്ലേ, അതിനതുപോലെ തന്നെ ആയിരിക്കും. ഞരമ്പ് എല്ലാ തലച്ചോറിന് പാസ് ചെയ്യുന്നതല്ലേ, ശരീരം മൊത്തം പാസ് ചെയ്യുന്ന ഞരമ്പാണത്. ഈ കൗതുന്ന് ഇറങ്ങണത് കാൽപാദം വരെ പാസ് ചെയ്യുന്ന റിയാക്ഷൻ. തലയാണ് റിയാക്ഷൻ കൊടുക്കുന്നത്. നമ്മളെന്തെങ്കിലും വേദന ആക്കിയാൽ സപ്പോർട്ട് ഇവിടെ വെച്ചിട്ട് റിയാക്ഷൻ കാലുമ എന്താണ് വേദനിച്ചാൽ നമ്മളെ തലച്ചോറ് കയറും. ആ ഒരു ഞരമ്പ് പാസ് തലച്ചോറുക്കാണ് ചെന്ന് അതിൻ്റെ റിയാക്ഷന് കാണിക്കുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തട്ടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലച്ചോർക്കട് കയറും ആ വേദന. അങ്ങനെ ഓരോ ഞരമ്പുകളോടും പാസ് ചെയ്തിട്ടാണ് നമ്മളെ ശരീരത്തിൽ ഒരു ഞരമ്പ് ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ അത് ബ്ലോക്ക് തന്നെ മക്കളെ. ഒരു ലൈൻ കമ്പി പൊട്ടിയാൽ പിന്നെ മറ്റേ കറണ്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മളെ ഹൃദയത്തിൻ്റെ ലൈന് പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓളന്നെ ഓപ്ഷൻ അമർത്തണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ബെല്ലൈക്കൺ ഓളെന്നുള്ള ഓപ്ഷൻ അമർത്തിയാലോ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് കാര്യമില്ല, അപ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഓളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. ഓക്കെ, എന്നെങ്കിലുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് വീഡിയോ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാനലിൻ്റെ പേര് തന്നെയാണ് ഇപ്പോഴത്തെ ചാനലിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമും അതുപോലെ യൂട്യൂബും ഒക്കെ ഫോളോ ചെയ്യണം കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളാണ് നമ്മളെ ശക്തി, നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. എൻ്റെ സെലു കിച്ചൻ്റെ ആയി പറയുന്നു. ദീർഘായുസ്സോടെ ഇരിക്കട്ടെ, സന്തോഷത്തോടെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.